പാർട്ടിയിൽ തനിക്കെതിരാളികളില്ല എന്നാണ് പിണറായി വിജയന്റെ കണക്കുകൂട്ടൽ. അഥവാ ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അവരൊന്നും ശക്തരല്ല. തന്നെ വീഴ്ത്താനോ തന്നോളമോ ശക്തരായിട്ടുള്ള ആരും തന്നെ പാർട്ടിയിലില്ല എന്നാണ് പിണറായി കരുതുന്നതും ചിന്തിക്കുന്നതുമൊക്കെ. എന്നാൽ പിണറായി ഒന്ന് വീണ് കാണാൻ, പിണറായിയെ വീഴ്ത്താൻ ഒരുപാട് പേർ ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട്. അത് പിണറായി എന്ന സഖാവ് വീഴുന്നത് കണ്ട് രസിക്കാനല്ല, പാർട്ടിയെ മുച്ചൂടും തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു നേതാവിന്റെ ധാർഷ്ട്യങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ്. പിണറായിയിൽ നിന്ന് പാർട്ടിയെ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ഈ പ്രസ്ഥാനം ഇവിടെ വേണം എന്നുള്ളത് ഒരുപാട് കമ്മ്യൂണിസ്റ്റുകളുടെ, അതായത് ഈ ഒരു പ്രസ്ഥാനം നശിച്ചു പോകരുത്, ഇവിടെ തന്നെ ഉണ്ടാകണം എന്നുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളുടെ ആവശ്യമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് പിണറായി വിജയൻ വെട്ടി ഒതുക്കിയ ഒരു പട തന്നെ CPM-ൽ ഉണ്ടല്ലോ. അവർ എല്ലാവരും തക്കം നോക്കിയിരിക്കുകയാണ്. അവസരം കിട്ടുമ്പോഴൊക്കെ അവർ പിണറായിക്കിട്ട് കുത്താറുണ്ട്. ഇപ്പോൾ പിണറായിക്ക് നല്ല 8ന്റെ പണി കൊടുത്തുകൊണ്ട് ഒരാൾ തലപൊക്കിയിരിക്കുകയാണ്. നേതാക്കളുടെ ശൈലി മാറ്റം അനിവാര്യം. CPM-നുണ്ടായത് നിസ്സാര തോൽവിയല്ല. അഹങ്കാരവും ധാർഷ്ട്യവും വിലപ്പോകാൻ പോകുന്നില്ല. പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടി ഒരാൾ ഇപ്പോൾ തലപൊക്കിയിരിക്കുകയാണ്. അയാൾ ചിലതൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. വീണ്ടും അതെല്ലാം അണികളിലേക്കും നേതാക്കളിലേക്കും എത്തിയിരിക്കുകയാണ്. തനിക്കെതിരായ മുറവിളികൾ കെട്ടടങ്ങിയെന്ന് പിണറായി ഒന്ന് ആശ്വസിച്ചതായിരുന്നു. അതായത് വലിയ പ്രതിഷേധങ്ങൾ, പിണറായി നേതൃസ്ഥാനത്ത് നിന്ന് മാറണം എന്നുള്ള ആവശ്യവുമായി ഒരുപാട് പ്രതിഷേധങ്ങൾ തോൽവിക്ക് പിന്നാലെ ഉയർന്നു വന്നിരുന്നല്ലോ. എന്നാൽ ആ രംഗമെല്ലാം ഒന്ന് കെട്ടടങ്ങിയെന്ന് ആശ്വസിച്ചിരുന്ന പിണറായിക്കിട്ട് പണിഞ്ഞ് മുറി കൂടിയാണ് ഒരാൾ കളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ചിന്താവാരികയിൽ ശൈലജ ഒരു വെടിക്കെട്ടാണ് നടത്തിയത്. ആ ലേഖനത്തിൽ ഓരോ വാക്കും ചെന്ന് ഇരട്ടച്ചങ്കന്റെ നെഞ്ചത്തിട്ടാണ് തറച്ചിരിക്കുന്നത്. പിണറായി പക്ഷക്കാർക്ക് മുറുമുറുപ്പ് തുടങ്ങിയിട്ടുണ്ട് ശൈലജയോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ CPM-ന്റെ ഞെട്ടിക്കുന്ന തോൽവിയിൽ തുറന്നു പറച്ചിലുമായിട്ടാണ് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ KK ശൈലജ പ്രതികരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM നേരിട്ടത് നിസാര തോൽവിയല്ലെന്നും ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ തിരിച്ചടി ഉണ്ടായി എന്നുള്ള ശൈലജയുടെ തുറന്നു പറച്ചിൽ അത് നേരിട്ട് കൊള്ളുന്നത് പിണറായിക്ക് തന്നെയാണ്. കാരണം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം കാസർഗോഡ് മുതൽ അങ്ങ് പാറശാല വരെ നടന്ന പാർട്ടി യോഗങ്ങളിലെല്ലാം തന്നെ പിണറായിക്ക് നേരെയായിരുന്നു എല്ലാവരും വിരൽ ചൂണ്ടിയത്. കാരണഭൂതനെന്നും കപ്പിത്താൻ എന്നും വാഴ്ത്തിയവർ പോലും പിണറായിയെ ചവിട്ടി പുറത്താക്കി. പിണറായി പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നുള്ള ആവശ്യവും വന്നു. എന്നാൽ പിന്നീട് തനിക്കെതിരായ പ്രതിഷേധങ്ങളെ എല്ലാം കെട്ടടക്കാൻ നേതാക്കളെ ഇറക്കി വലിയ കളിയായിരുന്നു പിണറായി നടത്തിയത്. തോൽവിയുടെ കാരണം തന്റെ 7 അയലത്തേക്ക് പോലും വരാതിരിക്കാൻ പിണറായി ആളെ ഇറക്കി പരിശ്രമിച്ചു. പിന്നീട് കാര്യങ്ങൾ കെട്ടടങ്ങുകയായിരുന്നു. പിണറായി വിജയന് നേരെ ഇപ്പോൾ അങ്ങനെ വലിയ വിമർശനങ്ങളൊന്നും ഉയരുന്നില്ല. എന്നാൽ എല്ലാം കെട്ടടങ്ങിയപ്പോഴാണ് ശൈലജ വക ബോംബ് പൊട്ടിയിരിക്കുന്നത്. ഇതിന് വീണ്ടും കിടന്ന് കറങ്ങും. പിണറായിക്കും ഗോവിന്ദനും നേരെ ശക്തമായ പ്രതിഷേധങ്ങൾ പാർട്ടിയിലുണ്ടാകും. KK ശൈലജ പലതും തുറന്നു പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ കാണേണ്ട ഒരു കാര്യമുണ്ട്. KK ശൈലജ ഇപ്പോൾ പിണറായിയെയും പിണറായി കുടുംബത്തെയും തള്ളിപ്പറയുന്നത് ആദ്യമായിട്ടല്ല. മുൻപ് വീണ വിജയനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പാർട്ടി ED ഉദ്യോഗസ്ഥരെ തല്ലിച്ചതയ്ക്കാൻ പോയപ്പോൾ ആ വിഷയത്തിൽ കടുത്ത എതിർപ്പ് ശൈലജയ്ക്കുണ്ടായിരുന്നു. പിന്നീട് വലിയ വിമർശനങ്ങൾ CPM-ന് നേരെ ഉയർന്നു വന്നപ്പോഴും ഈ വിഷയത്തിൽ പ്രതികരിച്ചപ്പോൾ KK ശൈലജ പറഞ്ഞത്, വീണ വിജയന് നേരെ കേസുണ്ടെങ്കിൽ അവർ അത് നേരിടട്ടെ, അല്ലാതെ പാർട്ടിക്ക് അതുമായി യാതൊരു ബന്ധവുമില്ല എന്നായിരുന്നു. വീണ വിജയന് എന്തെങ്കിലും തെളിവുകൾ EDക്ക് സമർപ്പിക്കാനുണ്ടെങ്കിൽ അവർ കൊണ്ടുപോയി സമർപ്പിക്കട്ടെ. ഇതിലേക്ക് പാർട്ടിയെ വലിച്ചിഴച്ചിടേണ്ട കാര്യമില്ല. പ്രതിപക്ഷ നേതാവിനെയും വലിച്ചിഴക്കേണ്ട കാര്യമില്ല എന്നായിരുന്നു KK ശൈലജ പറഞ്ഞത്. അതായത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള കസേര അത് കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഒരു ആയുധമായി വീണ്ടും പിണറായി എടുത്ത് പയറ്റണ്ട എന്ന് തന്നെ പറഞ്ഞു വെക്കുകയായിരുന്നു KK ശൈലജ. ഇനിയും പിണറായി പല പ്രിവിലേജുകളും ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതിനെല്ലാം തുടക്കത്തിലെ തടയിട്ടുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു ശൈലജയിൽ നിന്നുണ്ടായത്. ചിന്താവാരികയിൽ ശൈലജ ടീച്ചർ പലതും തുറന്നെഴുതിയിരിക്കുന്നത് അതെല്ലാം ചെന്ന് തറയ്ക്കുന്നത് പിണറായിയിലേക്ക് തന്നെയാണ്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലെ തോൽവി പഠിക്കണമെന്നാണ് ശൈലജ വ്യക്തമാക്കിയിരിക്കുന്നത്. ഉറച്ചു നിന്നവർ പോലും ഇടതുപക്ഷത്ത് നിന്ന് മാറി. പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടും പരിഹരിക്കാൻ ശ്രമമുണ്ടായില്ല. നേതാക്കളുടെയും പ്രവർത്തകരുടെയും ശൈലി മാറ്റം അനിവാര്യമാണ്. ഭാഷാ ശൈലിയിലും പെരുമാറ്റവും ജീവിത രീതിയും പരിശോധിക്കണമെന്നും KK ശൈലജ ആവശ്യപ്പെട്ടു.
ചിന്തയിലെ ലേഖനത്തിൽ ശൈലജ ഇത് തുറന്നെഴുതുമ്പോൾ അത് പിണറായിക്കിട്ട് തന്നെ കൊള്ളണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരുന്നില്ലേ എന്നുള്ള ചോദ്യം ഇപ്പോൾ പല കോണിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. നേതാക്കന്മാരുടെ ശൈലി മാറ്റത്തെക്കുറിച്ച് മാത്രമല്ല കെ ശൈലജ പറഞ്ഞിരിക്കുന്നത്, പെരുമാറ്റവും ജീവിത രീതിയും പരിശോധിക്കണം. അതായത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ചില നേതാക്കൾ ജീവിക്കുന്നു, അതിനെ തുറന്നു കാണിക്കുകയാണ് കെ ശൈലജ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കുന്നത് ആരാണ്? അതിലൊന്നാമൻ പിണറായി തന്നെയാണ്. പിണറായി എല്ലാ കാലത്തും കുടുംബത്തിന് വേണ്ടി ജീവിക്കുകയാണ്. പാർട്ടിയെ വിറ്റും പാർട്ടിയെ ഉപയോഗിച്ചും കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ. അത് പൊളിച്ചു കാണിച്ചിരിക്കുകയാണ് കെ ശൈലജ. തിരിച്ചുവരവ് അനിവാര്യമാണ് എന്ന പേരിലായിരുന്നു ശൈലജയുടെ ലേഖനം. LDFന് 99 സീറ്റിൽ നിന്ന് 35ലേക്ക് ചുരുങ്ങേണ്ടി വന്നു. പല ഘടകകക്ഷികൾക്കും ഒരു സീറ്റ് പോലും ലഭ്യമായില്ല. അവർക്കെല്ലാം പഴയ സ്ഥിതി വീണ്ടെടുക്കാൻ കഴിയണം. BJP 3 സീറ്റുകൾ നേടിയത് ഗൗരവതരമായ കാര്യമാണെന്നും ലേഖനത്തിൽ പറയുന്നു. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഉത്കണ്ഠയുണ്ടാക്കുന്ന വ്യതിയാനമാണ്. പ്രശ്നങ്ങൾ യഥാസമയം പരിഹരിച്ചില്ലെന്നും ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട്. CPMന് അടുത്ത കാലത്തുണ്ടായ സംഘടനാ ദൗർബല്യം മുതലുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടായിരുന്നു ശൈലജയുടെ ലേഖനം. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഗൗരവമായി കാണേണ്ടതുണ്ട്. സമരം നടത്തുന്നതിന്, ജനങ്ങളെ അണിനിരത്തുന്നതിന് സഹായകമായ രീതിയിൽ പ്രാദേശികമായും മുകൾ തട്ടിലും അതിശക്തമായ സംഘടനാ പ്രവർത്തനം ചിട്ടയോടെ നടത്തണം. പാർട്ടി ബ്രാഞ്ചുകൾ, ലോക്കൽ കമ്മിറ്റികൾ തുടങ്ങിയവയുടെ പ്രവർത്തനം അല്പം പിന്നാക്കാവസ്ഥയിലായിട്ടുണ്ട്. വർഗസമരത്തിലുള്ള ഊന്നലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനാ ചിട്ടയും ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്നും ശൈലജ ചൂണ്ടിക്കാണിക്കുന്നു. പ്രവർത്തകരുടെയും നേതാക്കളുടെയും എല്ലാം പെരുമാറ്റവും ഭാഷാ ശൈലിയും ജീവിത രീതിയും പരിശോധിക്കുകയും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തുകയും വേണം. ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടായ വോട്ട് ചോർച്ച പരിശോധിക്കണം. തെറ്റിദ്ധാരണകളുടെ പുറത്ത് ചിലർ ഇടതുപക്ഷത്തു നിന്നും മാറിയിട്ടുണ്ട്. ഇത്തരം ആളുകളെ തിരികെ കൊണ്ടുവരാൻ സാധിക്കണം. CPIM പ്രമുഖരായ ചില പാർട്ടി വിട്ടുപോകുകയും UDFുമായി ചേർന്ന് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു. ഇടതുപക്ഷ അനുഭാവികളെയും പാർട്ടി മെമ്പർമാരെയും കാര്യങ്ങൾ ധരിപ്പിച്ച് വീഴ്ച തിരുത്തി മുന്നോട്ടു പോകാൻ കഴിയണം. നുണപ്രചാരണങ്ങളെ അതിജീവിക്കാൻ സാധിക്കണം എന്ന നിർദ്ദേശവും കെ ശൈലജ മുന്നോട്ട് വച്ചിട്ടുണ്ട്. മതവിശ്വാസത്തെയും ആരാധനാ സമ്പ്രദായത്തെയും ആരാധനാലയങ്ങളെയും സംരക്ഷിക്കാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇടതുപക്ഷമാണ്. ഒരു മതത്തിന്റെയും ആരാധനാലയങ്ങളെ ആക്രമിക്കുന്നതിനോ നശിപ്പിക്കുന്നതിനോ ഇടതുപക്ഷത്തിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല. വിശ്വാസികൾക്ക് വിശ്വാസവും പ്രാർത്ഥനയും സംരക്ഷിക്കാൻ സാധിക്കണം. അത് ആക്രമിക്കപ്പെടുമ്പോൾ സംരക്ഷണ കവചമായി നിന്നിട്ടുള്ളത് ഇടതുപക്ഷമാണ്, പ്രത്യേകിച്ചും കേരളത്തിൽ. എന്നാൽ അതെല്ലാം മറന്ന് ഇടതുപക്ഷം മതത്തിനും വിശ്വാസത്തിനും എതിരാണെന്ന ദുഷ്പ്രചാരണത്തിൽ വീണുപോകുന്ന കുറച്ചുപേരെങ്കിലും ഉണ്ടാകും എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നതെന്നും കെ ശൈലജ വ്യക്തമാക്കി. ജൻസിക്ക് വേണ്ടി ഇടതുപക്ഷ സർക്കാർ ചെയ്ത പുതിയ പ്രവർത്തനങ്ങൾ അവരെ പഠിപ്പിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന വിമർശനവും കെ ശൈലജ മുന്നോട്ട് വെച്ചു. കേരളീയ സമൂഹത്തിൽ വന്നിട്ടുള്ള പരിവർത്തനവും അതിന്റെ ഭാഗമായിട്ടുള്ള പുതുതലമുറയിൽ ഉണ്ടായിട്ടുള്ള മാറ്റവും ഇടതുപക്ഷം സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടതുണ്ട്. 2016 8 വയസ്സുള്ള കുട്ടി 2026 വോട്ടവകാശമുള്ള പൗരനായി മാറിയിട്ടുണ്ട്. 2016 മുൻപുള്ള കേരളത്തെക്കുറിച്ചോ കടന്നുവന്ന പാതകളെക്കുറിച്ചോ പുതിയ തലമുറയിൽ പലർക്കും അറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. കേരളത്തിന്റെ സാധ്യതകളേക്കാൾ കൂടുതലായിരിക്കും അവരുടെ പ്രതീക്ഷകൾ.